തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അനിശ്ചിതത്വത്തിലാക്കി വീണ്ടും ട്വിസ്റ്റ്. സഭയിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 MLA-മാരുടെ പിന്തുണ തെളിയിക്കാൻ നടൻ കൂടിയായ വിജയന് സാധിച്ചില്ലെന്ന് ലോക് ഭവൻ അറിയിച്ചു. 116 MLA-മാരുടെ പിന്തുണ കത്ത് മാത്രമാണ് ഗവർണർക്ക് കൈമാറിയത്. ഇതോടെ TVKയുടെ ഭൂരിപക്ഷം ഉറപ്പായില്ലെന്ന നിലപാട് ഗവർണർ സ്വീകരിച്ചിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 അംഗങ്ങളുടെ പിന്തുണയാണ്. നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ RV ആർലേക്കർ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ലെന്ന് NDTV-യാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ വിജയ് തനിക്ക് 120 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുകയും സർക്കാർ രൂപീകരിക്കാൻ അനുമതി തേടുകയും ചെയ്തിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ നടന്നേക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നുവെങ്കിലും രാജ്ഭവൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് 2 ആഴ്ചത്തെ സമയം ഗവർണറോട് ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. എന്നാൽ ഈ ആവശ്യം ഗവർണർ നിരാകരിച്ചു. ഇത്രയധികം സമയം എന്തിനാണ് ആവശ്യപ്പെടുന്നതെന്ന് ഗവർണർ ചോദിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. തന്നോടൊപ്പം മറ്റു പാർട്ടി നേതാക്കൾ കൂടി നാളെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ വിജയ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും സൂചനയുണ്ട്. കഴിഞ്ഞ മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234-ൽ 108 സീറ്റുകൾ നേടി വിജയന്റെ തമിഴക വെട്രി കഴകം ചരിത്ര വിജയം സ്വന്തമാക്കിയിരുന്നു. 62 വർഷമായി തമിഴ് രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന DMK, AIDMK എന്നീ ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യം തകർത്തുകൊണ്ടായിരുന്നു ഈ അരങ്ങേറ്റം. എന്നാൽ ഭൂരിപക്ഷം കൃത്യമായി ബോധ്യപ്പെടുത്താതെ വിജയനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഗവർണർ. കോൺഗ്രസ്, വിടുതലൈ ചിരുതൈകൾ, CPI, CPIM എന്നീ പാർട്ടികൾ വിജയന്റെ സഖ്യത്തിലേക്ക് എത്തിയതോടെ 234 അംഗ നിയമസഭയിൽ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് TVK എത്തിയെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. 2 സീറ്റുള്ള മുസ്ലിം ലീഗും TVKയെ പിന്തുണയ്ക്കുമെന്നും ഇതോടെ TVK നയിക്കുന്ന സർക്കാരിന് 120 MLA-മാരായെന്നും വാർത്ത വന്നു. എന്നാൽ VCKയുടെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണ കത്തുകൾ വിജയ്ക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിം ലീഗും AMMKയും TVK സഖ്യത്തിൽ ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഇതോടെയാണ് 118 എന്ന മാന്ത്രിക സംഖ്യ ഗവർണർക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയാതിരുന്നത്. ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസത്തിനിടെ വിജയ് നടത്തുന്ന 3ാമത്തെ സന്ദർശനമായിരുന്നു ഇന്നത്തേത്. കഴിഞ്ഞ മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിന്റെ തമിഴക വെട്രി കഴകം തകർപ്പൻ വിജയമാണ് നേടിയത്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 234-ൽ 108 സീറ്റുകൾ നേടി. 62 വർഷമായി തമിഴ്നാട് രാഷ്ട്രീയം അടക്കി ഭരിച്ചിരുന്ന പാർട്ടികളുടെ ആധിപത്യം തകർക്കാൻ TVKയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഭൂരിപക്ഷം തെളിയിക്കാതെ സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കില്ലെന്ന ഗവർണർ RV ആർലേക്കറുടെ നിലപാട് വിജയന് വെല്ലുവിളിയായിരുന്നു.